എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യത്താകെ ആശങ്ക പടർത്തിക്കൊണ്ട് കേരളത്തിനു പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും രോഗം വ്യാപിക്കുന്നത് ആശങ്ക ഉയർത്തുകയാണ്. കേരളത്തിനു പുറമെ മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും കേസുകൾ ഉയരുകയാണ്. 5 മുതൽ 9 വയസ്സിനിടയിലുള്ള കുട്ടികളിലും കൗമാരക്കാരിലും രോഗം വ്യാപകമാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രോഗവ്യാപനം തടയാൻ കർശന നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും മാതാപിതാക്കളും കൃത്യമായി രോഗത്തെ പ്രതിരോധിക്കാനുള്ള നടപടികളും മുൻകരുതലുകളും എടുക്കണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. രോഗമുള്ളവർ തുമ്മുകയോ ചുമക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ മൂക്ക് ചീറ്റുമ്പോഴോ സ്രവങ്ങൾ മറ്റുള്ളവരിലേക്ക് പടരുകയും രോഗം വ്യാപിക്കുകയും ചെയ്യും. ഈ സ്രവങ്ങൾ വീഴുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവർ പിടിക്കുന്നതിലൂടെയും രോഗം പടരാനുള്ള സാധ്യത കൂടുതലാണ്. ആലപ്പുഴ ജില്ലയിൽ 5 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താടിയിലെ നീരാണ് മംസ് അഥവാ മുണ്ട് നീര് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന്. ഉമിനീർ ഗ്രന്ഥി നീരുവെച്ച് വീർക്കുന്നതാണിത്. വൈറസ് ശരീരത്തിൽ കയറി ഏകദേശം 12 മുതൽ 25 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പുറത്തുവരാൻ തുടങ്ങും. പനി, തലവേദന, പേശിവേദന, ക്ഷീണം, ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. മുഖത്തുണ്ടാകുന്ന വേദനയും ഇതിൻ്റെ ലക്ഷണമാണ്. ചേർത്തല താലൂക്കിലെ പെരുമ്പളം LP സ്കൂളിലെ 5 കുട്ടികൾക്ക് മുണ്ടുനീര് ബാധിച്ചതിനെ തുടർന്ന് സ്കൂളിന് ജനുവരി 9 മുതൽ 21 ദിവസത്തേക്ക് അവധി നൽകിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ ഈയൊരു ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. മുണ്ടുനീരിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 21 ദിവസം വരെ ആയതിനാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് രോഗം പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ അവധി നൽകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അവധി നൽകാൻ ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തുകയായിരുന്നു.